ഹലോ, ഗുഡ് ഈവനിങ് എവറി വൺ. എന്തൊക്കെയുണ്ട്? നമ്മളെ യൂണിക് ടോക്ക് 87 ആണല്ലോ ഇന്ന്. 87 ആഴ്ചയായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 8:30 അല്ലെങ്കിൽ 8 മണിക്കൊക്കെ ആയിട്ട് ഓരോ ആഴ്ചയും ഓരോ വിഷയങ്ങളെ കുറിച്ച് ഓരോ ആളുകൾ ക്ലാസ് എടുക്കാറുണ്ട്. അഫ്സൽ സാർ ഉണ്ടാവലുണ്ട്, നമ്മളെ ടീം മെമ്പേഴ്സ് ഉണ്ടാവലുണ്ട്. മൊത്തത്തിൽ നമ്മളെല്ലാവരും കൂടെ കൊണ്ടുപോകുന്നൊരു കമ്മ്യൂണിറ്റിയാണ് യൂണിക് ടോക്കിന്റെ ഒരു കമ്മ്യൂണിറ്റി എന്നില്ല. ഇതിന്റെ മുന്നേ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നമ്മളെ ഫായിസ് സാറേയും അതുപോലെ സത്യൻ സാറ്, ഷെയർ സാറേ മാത്രമാണ് വീഡിയോ മോഡിൽ കാണുന്നത്. എന്നും പറയുന്ന പോലെ എന്തായാലും നമ്മൾ മറ്റു തിരക്കൊക്കെ മാറ്റി വെച്ച് സമയം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. എവിടേക്കെയോ രക്ഷപ്പെടണം അല്ലെങ്കിൽ എവിടേക്കെയോ വിജയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ എവിടെയെങ്കിലുമൊക്കെ സമയം കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാവണം, പഠിച്ചവൻ ഇതിൽ കൂടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണേന്ന് പറഞ്ഞ് കയറുന്നത്. അപ്പൊ അവിടുന്ന് ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ മോഡിലൊക്കെ വരാനും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇന്ന് പോസ്റ്റ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് ക്ലാസ് എടുക്കുന്നത്. നമ്മളെ യൂണിക് കിക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതിൽ ഒരു സ്റ്റുഡൻറ്റിനെ കഴിഞ്ഞ വീക്കിൽ ക്ലാസ് ഉണ്ട്. ആള് ഫസ്റ്റ് ബാച്ചിലെ ഒരാളാണ്, ഫൈസർ എന്നില്ല. ഫൈസറെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര പ്രത്യേകതയുള്ള മനുഷ്യനാണ്. അതായത് ഈ ഒരു ട്രെയിനിങ് കരിയർ ആയിട്ട് പ്രത്യേകിച്ച് കണക്റ്റ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ഇഷ്ടത്തോടെ വന്ന ഒരാളായിരുന്നു. എനിക്ക് ട്രെയിനർ ആവണം, എനിക്ക് അതിന് കുറെ ലിമിറ്റ്, എന്താ പറയുക, ലിമിറ്റേഷൻ നമ്മളെ മുന്നോട്ട് ഷെയർ ചെയ്തിരുന്നു. എനിക്ക് സംസാരിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്കത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയെന്ന് എനിക്ക് അറിയൂല. അവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ്ലി പറഞ്ഞ്, എന്താ പറയുക, ചില ആൾക്കാരുണ്ടാവില്ല എന്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ആ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്ന നമ്മൾ വർക്കുന്ന ടൂൾസ് ആവട്ടെ. ആള് പേഴ്സണാലിറ്റിയിലും കുറേ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. നമ്മൾ യൂണികെക്സിന്റെ ആഡിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ റിവ്യൂസിലൊക്കെ ഈ എൻ്റെ മാറ്റങ്ങൾ ഒക്കെ ഒരേ ഒരു കാരണം അഫ്സൽ സാറാണെന്നൊക്കെ പറഞ്ഞ ഒരാൾ അത് ഈ ഫായിസ് സാറായിരുന്നു കേട്ടോ. അല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക, ചെറിയ ചെറിയ ജേണൽ റൈറ്റിംഗ് ആവട്ടെ, മെഡിറ്റേഷൻ ആവട്ടെ, അതൊക്കെ ഒരു കുട്ടീൻ്റെ ക്യൂരിയോസിറ്റിയോട് കൂടി പതിയെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്ത് ലൈഫിൽ ഇമ്പാക്റ്റ് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ആളെ സംസാരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ അവരെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അല്ലാണ്ട് ഇന്നലെ യൂട്യൂബിൽ വീഡിയോ കണ്ടതോ ഏതെങ്കിലും ബുക്ക് വായിച്ചതോ ഒന്നുമില്ല. ഫ്രം ദ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ആൾ ഓൾറെഡി NSS ക്യാമ്പുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, സ്കൂളുകളിൽ അല്ലാണ്ട് പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. അതായത് സീറോന്ന് ഈ ഒരു ട്രെയിനിങ് ജേണി സ്റ്റാർട്ട് ചെയ്ത് മാഷാല്ല അടിപൊളിയായി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സ്ഥിരമായിട്ട് ഇൻസ്റ്റഗ്രാമിലും ഓരോ വിഷയങ്ങളിൽ സോഷ്യൽ റെലവൻസിൽ വീഡിയോസ് ഇടാറുണ്ട്. നിങ്ങൾ ഫായിസ് മമ്പാടി എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ID സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ ആളെ വ്യക്തിനെ കുറിച്ച് ഇത് തന്നാണ് കേട്ടോ, എന്താണ് ആരായിരുന്നു ആള് എന്നുള്ളതിന്റെ. പിന്നെ ഒരു എന്താ പറയുക, അഫ്സൽ പറയുന്ന കൈൻഡ് ഹാർട്ടിന്റെ മനുഷ്യനാണ്, നല്ല ഹൃദയമുള്ള അടിപൊളി മനുഷ്യനും കൂടെയാണ്. ഇത്രയെക്കുറിച്ച് പറയാനുള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഫസ്റ്റ് ബാച്ച് ജൂലൈ ഓഗസ്റ്റ് സമയം, ജൂലൈയിലാണ് ബാച്ച് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു വർഷം ആവാനായി. അതിൻ്റെ ഇടയിൽ കുറേ ഇമ്പാക്റ്റ് എഫേർട്ട് എടുത്തിട്ട് വേറെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ എക്സാമ്പിൾ ഫായിസേറയാണ് പറയല്. സംസാരിക്കുമ്പോൾ പേടിയുണ്ട്, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനാണ് ഇപ്പോൾ കുറേ ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നു, അവരെ ഫീഡ്ബാക്ക് ഒക്കെ വാങ്ങി ഇങ്ങനെ അടിപൊളിയായി കയറുന്നത്. പക്ഷേ ഇന്ന് ഒരു ഗ്രോത്തിൽ നിലനിൽക്കാൻ വേണ്ടി പറ്റട്ടെ. ഇനിയും ആളെക്കുറിച്ച് ഞാൻ കുറേ പറഞ്ഞെങ്കിൽ ആരെയും ചടപ്പിക്കുകയില്ലെങ്കിൽ ഇതെന്താ അതിന്റെ ആക്കുള്ള പ്രൊമോഷൻ കൊടുക്കാനാണോ വീഡിയോ എന്തൊന്നും ആരെക്കൊണ്ടും ചോദിപ്പിക്കുന്നില്ല. ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? കണക്ട് യുവർ റൂട്ട് ടു സോൾവ്, അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ വിട്ടു. സിങ്ക് യുവർ യൂട്ടിൻ ടു സിങ്ക് യുവർ റൂട്ട് ഇൻ ടു ദി എർത്ത് എന്നില്ലായിരുന്നു. കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ, ഭൂമിയായിട്ട് നമ്മൾ വേരുകൾ എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ യുണിക് ടോക്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് എന്നത് പറയാറില്ല. ഇവിടെ ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിരിക്കുക, ആളെന്തായിരിക്കും പറയാൻ പോകുന്നുണ്ടായിരിക്കുക, എനിക്ക് അവിടെ നിന്ന് എന്തായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക, ഒരു ജഡ്ജ്മെന്റിലല്ലാണ്ട് അവന് ട്രെയിനറൊക്കെ ആണല്ലേ, ഓൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയുന്നതാണ്, ഇതിപ്പോ ഇത് കേൾക്കാനാ ഞാൻ വന്നിട്ടില്ലേ, അങ്ങനെയൊന്നും അല്ലാണ്ട് ആൾ പറയുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിൽ നമുക്ക് എന്തെങ്കിലും എടുക്കാനുള്ള എടുക്കാം. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ മനുഷ്യരാണ്, പരസ്പരം ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ഓൻ്റെ ഭാഷ അത്ര സുഖമില്ല കേട്ടോ, അല്ലെങ്കിൽ ഓൻ്റെ ആ ഒരു ഇത്, ഓൻ്റെ ആ ഒരു അത്, അങ്ങനെ അല്ലാണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ട് ഇരുന്ന് കേൾക്കുക. നമ്മളൊരു ആ ബ്രദറാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് ഈ ക്ലാസ് എടുക്കുന്ന ആളും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഇവിടെ എന്നും നല്ല അടിപൊളി ഹൃദയമുള്ള മനുഷ്യന്മാരാണ് എത്താറുള്ളത്. 87 ആഴ്ചകളിലും ആരും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ളവരാണെന്ന് അറിയാം, എന്നാൽ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇന്നലെ നിങ്ങളൊക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം 23 ആൾക്കാരോളം ലൈവിൽ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എവിടേക്കോ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന മനുഷ്യരാണല്ലോ ഇവിടെ കയറിയിട്ടുള്ളത്. അടിപൊളിയായി ഗ്രോത്ത് ഇവിടുന്ന് ഉഷാറായി ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഇൻഷാല്ല. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും യൂണിക് ടോക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലസ് നമ്മളെ ഫായിസ് സാറെ ഇൻവൈറ്റ് ചെയ്യണം. വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, വെൽക്കം ഫായിസ്. ഹലോ. ഏതായാലും മിസ്ന മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ട്രെയിനർ ആവണം എന്നുള്ള ഒരു ആശയോടുകൂടി വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു MUI അഥവാ മാജിദ് യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്.
ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. നമ്മള് ചില മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഒരുപാട് മനുഷ്യന്മാരെ കാണുന്നതാണ്. അതില് ചില മനുഷ്യന്മാരെ കാണുമ്പോൾ ചില പ്രത്യേകത അവർക്കുണ്ടാവും. എന്ന് വെച്ചാല് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയം അറിഞ്ഞുകൊണ്ട് ചിലത് ഷെയർ ചെയ്യാനും ഒക്കെ കഴിയുന്ന ചില മനുഷ്യന്മാര്, അതിൽപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാരുടെ ഒരു സംഘമാണ് യുണീക്നെസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. എന്നാലും ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, അപ്പൊ നമ്മളൊരു 100 രൂപ ഇവർക്ക് പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 110 പേര് ഇങ്ങോട്ട് തരും. അങ്ങനത്തെ ഒരു ടീമാണ്. ഒരു 100 രൂപ നമ്മൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ 110 ഇവർ ഇങ്ങോട്ട് തരിക. അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉള്ള ഒരു ടീമാണ്. പിന്നെ എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ട്രെയിനർ ആവണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീൽഡിലേക്കൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള യുണീക്ക് എക്സ് എന്ന് പറയുന്ന ഇവരുടെ തന്നെ പ്രോഗ്രാം ഉണ്ട്. അത് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അടുത്ത് പൈസ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ഹഫ്സൽ സാർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അഫ്ജൽ സാറും കൂടിയിട്ട് നടത്തുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. പിന്നെ യുണീക്ക് ഫെസ്റ്റിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഏതായാലും ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഓൺലൈൻ പ്രോഗ്രാമാണിത്. ഒന്നാമത്തെ തന്നെ ഞാൻ ഇവരുടെ തന്നെ യുണീക്ക് എക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പരിമിതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഏതായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ എടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ടോപ്പിക് നെയിം എന്ന് പറയുന്നത്, സിങ്ക് യുവർ റൂട്ട് ഇൻ ടു ദി എർത്ത്. സിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ആഴ്ത്തുക എന്നുള്ളതാണ്. നമ്മൾ വേരൊക്കെ ഉണ്ടല്ലോ, വേര് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം എന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ആഴ്ത്തുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതാണ് സിങ്ക് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിങ്ക് യുവർ റൂട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളെ ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ ഇൻ ടു ദി എർത്ത്, ഭൂമിയിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചില മനുഷ്യന്മാരുണ്ട്, നമ്മളൊപ്പം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാര്. നമ്മളെ പേരൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളെ അടുത്തറിയുന്ന ചില വ്യക്തിത്വങ്ങൾ, അവരായിരിക്കും നമ്മളെ ലോകം അല്ലെ? ഈ ഒരു ലോകത്തിലേക്ക് നമ്മൾ നമ്മളുടെ ആ ഒരു റൂട്ടിനെ ആഴ്ത്തുക എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, സിങ്ക് എന്ന് പറയുന്നിടത്ത് എനിക്ക് ലിങ്ക് എന്നുള്ളത് കൊടുക്കായിരുന്നു. സിങ്ക് എന്ന് പറയുന്നിടത്ത് ലിങ്ക് ഞാൻ കൊടുക്കാത്ത കാര്യം എന്ന് വെച്ചാല്, കണക്ഷൻ അല്ല ഞാൻ പറയുന്നത്. നമുക്ക് പലരായിട്ടും പരിചയം ഉണ്ടാവും, പലരായിട്ടും നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ ആഴത്തിലേക്ക് ബന്ധമുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മളെ ചെറുപ്പ കാലഘട്ടത്തൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒത്തിരി ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടായിരുന്നു. അതേ സമയം തന്നെ നമ്മൾ എന്ത് ചിന്തിച്ചു നോക്കി, ഇപ്പൊ നമ്മളെ അടുത്ത് വളരെ കുറച്ച് ആൾക്കാരേക്കാർ ഉണ്ടാവുക. നമ്മളെ പേരൻസ്, അതുപോലെ തന്നെ നമ്മളെ അടുത്തറിയുന്ന വളരെ കുറച്ച് ആൾക്കാർ. ഇവരിലേക്കുള്ള ഒരു ഡീപ്പർ കണക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോ മിസ്റ്റർ മാം പറഞ്ഞ മാതിരി തന്നെ ഒരു ഹ്യൂമൻ ആയിട്ട്, ഒരു എംറ്റി കപ്പായിട്ട് ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഒരു ടോപ്പിക്കിന്റെ ഒരു ഭാഗത്തേക്ക് കടക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ അടിയിലുള്ള മണ്ണൊലിച്ചു പോകുക, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മളെ നിക്കക്കള്ളില്ല എന്നൊക്കെ പറയില്ലേ. നമ്മളെ അടുത്തുള്ളവർ പോലും, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലീസ് ആയിക്കോട്ടെ, ഇവര് പോലും നമ്മളെ വിശ്വസിക്കാത്ത തരത്തിൽ എന്ത് ചെയ്യുക, നമ്മളോട് പെരുമാറുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളിങ്ങനെ സിനിമകളിലും മറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഈ ഒരു അവസ്ഥ വരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ചുറ്റുള്ളവര് വിശ്വസിക്കാത്ത കാരണത്താലാണ് നമുക്ക് തോന്നുക എന്നുള്ളത്. നമ്മളെ ചിന്താഗതിയിലുള്ള ചെറിയ മാറ്റങ്ങൾക്ക് ഇത് വലിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ളവർ പോലും നമ്മളെ അടുപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളാണ് ഇവിടെ മാറേണ്ടത്. നമ്മളുടെ ചിന്താഗതിയാണ് ഇവിടെ മാറേണ്ടത്. ഇപ്പൊ ഞാന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ ഒരാൾ ചീത്ത പറഞ്ഞു, ആ സമയം തന്നെ നമ്മള് അയാളെ, അല്ലെങ്കിൽ ചീത്ത പറയാനൊരു കാരണം ഉണ്ടാവുമല്ലോ, നമ്മളെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു തെറ്റുണ്ടാവും.
ആ തെറ്റെന്താന്നുള്ളത് മനസ്സിലാക്കി ആ തെറ്റിനാണ് അയാൾ ചീത്ത പറഞ്ഞതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു. ഇങ്ങനെയാണ് നമ്മളെ ചിന്താഗതി മാറുമ്പോ തന്നെയാണ് നമ്മളെ ചുറ്റുള്ളവര് മാറുന്നുണ്ടാവും. അപ്പൊ നിങ്ങള് ഒരു സിനിമയുടെ ഒരു ഇതിലുണ്ട് പറയുന്ന കട്ടപ്പനീർ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ പറയുന്ന ഒരു ചെറിയൊരു ഡയലോഗാണ്. അതിൽ സലീംകുമാറിനെ വേറൊരാള് വിഷയ കാര്യങ്ങൾ പറഞ്ഞെടുക്കുമ്പോൾ പറയുന്നുണ്ട്, നീ നന്നായാൽ നിന്നെ ചുറ്റുള്ളവര് നന്നായി, ചുറ്റുള്ളവര് നന്നായി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, നിന്റെ നാട് നന്നാവും, നാട് നന്നായി വീട് നന്നാവും, അങ്ങനെ ഈ രാജ്യം തന്നെ ലോകം തന്നെ നന്നാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതിൽ പറയുന്ന ആ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നന്നാവുമ്പോ നമ്മളെ ചുറ്റുള്ളവര് നന്നാവും എന്നുള്ളതാണ്. ഇല്ലേ? നമ്മൾ നന്നാവുമ്പോ നമ്മളെ ചുറ്റുള്ളവരും അതെങ്ങനെയാ നന്നാവുന്നത്? നമ്മൾ നന്നാവുമ്പോ അവര് നമ്മൾ നന്നാക്കിയ ഒന്നുമല്ല, നമ്മളെ ചിന്താഗതിയിലുള്ള മാറ്റങ്ങൾ മാത്രമാണത്. നമ്മളെ ചിന്താഗതിയിൽ മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ചിന്തകൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ചുറ്റുള്ളവരും നമുക്ക് മാറിയതായിട്ട് തോന്നുകയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ദിവസം ഈ യുണീക്ക് എക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമില് ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത് ഹഫ്സൽ സാറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് മൂപ്പര് പല ചോദ്യങ്ങളും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. അങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലാത്തൊരു ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം. ചോദ്യം എന്താണെന്നല്ലേ? ചോദിച്ചതായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയൊക്കെ ഉമ്മ വെക്കാറുണ്ടോ എന്നുള്ളതായിരുന്നു. ആ ഒരു ചോദ്യം കേട്ടപ്പോ ഞാനൊക്കെ കരുതിയത്, ഇയാൾ ഇത് എന്തൊക്കെയായി പറയുന്നത്. കാരണം നമ്മളെ ഉമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ നമ്മള് കുറേ മുന്നേ ഉമ്മച്ചതേക്കാരം അല്ലെ, കുറേ വർഷങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ ഇക്കാരം നമ്മളിങ്ങനെ ഉമ്മ വെക്കുക അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു താല്പര്യത്തോടു കൂടി നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കൊക്കെ ചെയ്യുന്നുണ്ടാവാം. കുറേ വർഷങ്ങൾക്ക് മുന്നായിരിക്കും, സ്വാഭാവികമാണ്. അപ്പോ ഇതിങ്ങനെ കേട്ടു. അതേസമയം തന്നെ മൂപ്പര് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. ഞാൻ വിചാരിച്ചു, ഇതൊന്നും ഇയാൾ പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ? ഏതായാലും നമുക്കൊന്ന് നോക്കാം. ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ളിലുണ്ടായി. ആ സമയം തന്നെ ഞാന് പുറത്തേക്ക് ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ഉമ്മാനെ എനിക്ക് നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ, എന്താണ്, അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. പിന്നെന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, എന്റെ ഉമ്മ എന്ത് പറയാണെന്നുള്ളത് ഞാൻ കേൾക്കാറില്ല, പൊതുവിൽ ഞാൻ കേൾക്കാറില്ല. അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള പരസ്പര സംഭാഷണങ്ങൾ പോലും പല വഴക്കുകൾക്ക് കാരണമാണ്. അപ്പൊ അങ്ങനത്തെ തരത്തിലാണ് ഞങ്ങളുള്ള സംഭാഷണങ്ങൾ പോലും പോകുന്നത്. ആ സമയത്താണ് മൂപ്പർ ഇങ്ങനെ ഒരു ചോദ്യം കൊണ്ട് വരുന്നതും. ഞാൻ ഏതായാലും ആ ക്യൂരിയോസിറ്റിയോട് കൂടി ചെയ്യാമെന്ന് കരുതിയിട്ട് ഉമ്മാന്റെ അടുത്ത് പോയി. ഉമ്മ വെക്കണോ വെക്കണ്ടേ എന്നുള്ളത് ഒത്തിരി കുറെ വട്ടം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, ഉമ്മാനൊന്ന് ഉമ്മച്ചു. സത്യം പറയാലോ, അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് പറയാം. കാരണം നമ്മളെ ജീവിതത്തില് ചെറിയ ചെറിയ മൊമെന്റ്സുകളായിരിക്കും നമ്മളെ ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ലൈഫ് ഒക്കെ നൽകുന്നത്. ഞാന് അൽഹംദുലില്ലാ ഞാൻ പറയട്ടെ, സാർ അങ്ങനെ പറഞ്ഞോണ്ടാണോ എന്നറിയില്ല, ഏതായാലും മൂപ്പരെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അന്ന് എന്നെ നമുക്ക് പലരും പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതേ സമയം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു ഇതും പടച്ചോൻ ചിലപ്പോൾ നമുക്ക് തന്നതായിരിക്കും. ആ സമയം കൊണ്ട് തന്നെ ഞാന് പോയി അത് ചെയ്യാനിടയുണ്ടായതും എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ചിലപ്പോൾ അഫ്സൽ സാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, യുണീക് ടോക്കിലായിട്ടും മറ്റു വീഡിയോകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കൊണ്ട് ഇതെങ്കിലും ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. സത്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാന് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേറെ ഒരു കാര്യമല്ല പറയുന്നത്, ചെറിയൊരു കാര്യമാണ്. നമ്മളൊക്കെ ഇത്രയും കാലം നമ്മളൊപ്പം കൊണ്ട് നടന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതിലൂടെ ഞാൻ വളരെയധികം മാറിയിട്ടുണ്ട്. സത്യം പറയാലോ, എന്ത് ഉമ്മ പറഞ്ഞു കഴിഞ്ഞാലിപ്പോ ഒരു 90% കേൾക്കും, മറ്റതൊന്നും കേൾക്കല്ലേ. ഇപ്പൊ ഒരു 90% കേൾക്കലുണ്ട് എന്ന് മാത്രല്ല, എന്താ പറയാ, ഇപ്പൊ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാന്നറിയോ, ഒരു 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 ഇങ്ങനെയാണ് ഉമ്മ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്യാ, നമുക്ക് പിന്നെ വേറല്ല ഉമ്മാനെ കുറിച്ചിട്ടുള്ള എല്ലാവിധ ചിന്താഗതികളും അതിൽ നിന്നാണ് പോയി. പിന്നെ എന്ന് പറയുന്നത്, ഉമ്മ ഇനി അഥവാ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാ,
നേരെ പോയി ഒരു ഉമ്മ വെക്കും. സത്യമാണത്, സത്യമാണ്. ഞാൻ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പോയാണ്ട് ഒരു ഉമ്മ വെക്കും. അപ്പൊ നമുക്ക് ആ ദേഷ്യവും പോവും, എല്ലാ കാര്യങ്ങളും പോവും. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയാണ്. ഏതായാലും നമുക്ക് ടോപ്പിക്കിന്റെ ഒരു മെയിൻ ഭാഗത്തേക്ക് തന്നെ കടക്കാം. ഞാൻ പറയുന്ന ഒരു 4 പോയിന്റ് ആണ്. നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്ത് കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്നുള്ള എന്താ പറയാ റിലേഷൻ എന്ന് പറയുന്നത് പലർക്കും അതിലേക്ക് പോകാൻ പോലും പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് പലപ്പോഴും പല ആൾക്കാർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇതൊന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് നീഡ് റൂട്ട്, നോട്ട് ജസ്റ്റ് ആൻ അട്രാക്ഷൻ എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റൂട്ട് ഞാൻ പറഞ്ഞ ബന്ധങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ വെറും ഒരു അട്രാക്ഷന്റെ പുറത്തുള്ള ഒരു ഉണ്ടാക്കിയെടുക്കലല്ല. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് പരസ്പരം മനസ്സിലാക്കലിലൂടെ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഇപ്പൊ നമ്മൾ ഒരാളെ വിചാരിക്കുകയാണ്, ഇപ്പൊ നമ്മളെ ഭാര്യ ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവരെന്താണോ അവരെങ്ങനെയാണോ അവരെ അങ്ങനെ നമ്മൾ അംഗീകരിക്കുക. നമ്മളെ പ്രത്യേകത എന്താ അറിയോ, നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ മാറ്റാൻ നോക്കും. ഇവിടെയാ പ്രശ്നം, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് പോയി നമ്മൾ നമ്മൾ മുഴുവനായിട്ട് മാറിക്കണമെന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത്തരത്തിലുള്ള മനസ്സിലാക്കലൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കി, അവരിങ്ങനെയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് പെരുമാറുക, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, മാറ്റപ്പെടും. അല്ലെങ്കിൽ ആണല്ലോ, സ്വാഭാവികമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കലാവാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, അത് ചെയ്തു കൊടുക്കുക. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, പരസ്പരം ആ ഒരു മനസ്സിലാക്കലിലൂടെ അവര് നമ്മളെ മനസ്സിലാക്കും. ഇപ്പൊ ഇനിയിപ്പോ നമ്മളെ കൊണ്ട് അത് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല, ആ ഒരു തരത്തിൽ അവർക്കും മൈൻഡ് പോകും. നമ്മൾ ആദ്യം തുടങ്ങണം. ഞാൻ പറഞ്ഞത് അതാണ്, ആദ്യം നമ്മൾ ചേഞ്ച് ആവുമ്പോൾ നമ്മൾ ചുറ്റുള്ളവരും ഇങ്ങനെ ചേഞ്ച് ആയിട്ട് നമ്മളെ മൈൻഡ് ഇങ്ങനെ കളിക്കുന്ന, അപ്പോഴാണ് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം കൊടുക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഏത് ആൾക്കാരെയാണ് നമ്മൾ റിലേഷന്റെ ആ ഒരു വലയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി ടൈം കൊടുക്കുക. നമ്മൾ ഒത്തിരി ടൈം നമ്മൾ പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ സ്ക്രോളിങ് തുടങ്ങി എവിടെയെങ്കിലും നിർത്താറുണ്ടോ? ഇല്ല, നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന് നമുക്ക് ടൈം പോകണമെങ്കിൽ പ്രശ്നമല്ല. ഇനി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് നമുക്ക് പ്രശ്നമല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു 15 മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു റിലേഷനിൽ കൊടുക്കാൻ പറ്റണമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നമ്മൾ കുറെ കൊടുക്കുക എന്നുള്ളതല്ല, ക്വാണ്ടിറ്റി ആയിട്ട് കുറെ കൊടുക്കുക എന്നുള്ളതല്ല, ക്വാളിറ്റി ഉള്ള കുറച്ച് ടൈം അത് അവർക്ക് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങളും അവർക്കുണ്ടാവുന്ന മാറ്റങ്ങളും അതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇഷ്ടം പ്രകടിപ്പിക്കണം. ഇന്ന് പലർക്കും ഇഷ്ടം പ്രകടിപ്പിക്കാൻ കഴിയൂല. കാരണം ഈ പ്രത്യേകിച്ച് ഈ 90s ലെവലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൊമാൻറ്റിക് ആവാൻ പറ്റൂല, അങ്ങനത്തെ തരത്തിൽ എന്ത് ചെയ്യാണ്, കിടക്കുകയാണ്. ശരിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല. പ്രകടിപ്പിക്കണം ഇഷ്ടം. ഞാൻ പറയട്ടെ, ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു മുട്ടന്റെ ഉള്ളില് ഒരു കോഴിക്കുഞ്ഞുണ്ട്. ആ കോഴിക്കുഞ്ഞ് വിചാരിക്കുകയാണ് ഞാൻ പുറത്തേക്ക് വരുന്നില്ല, ഞാൻ ഉള്ളിൽ തന്നെ കിടക്കുകയാണ്. ആ കോഴിക്ക് പുറത്തു വരാൻ കഴിയുമോ? ഇല്ലല്ലോ. എന്ത് ചെയ്യാ, ആ കോഴിക്കുഞ്ഞിനെ വിചാരിക്കണം ആ മുട്ട പൊട്ടിച്ച് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരണം എന്നുള്ളത് ആ കോഴിക്കുഞ്ഞ് വിചാരിക്കണം. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആ തോട് പൊട്ടിച്ച് നമ്മൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ആ തോട് പൊട്ടിച്ച് സ്നേഹം കൊടുക്കണം, നമ്മൾ പ്രകടിപ്പിക്കണം. ഞാൻ പറയുന്നത് നാലാളെ കാണിക്കാൻ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചിലവരുണ്ട്, നാലാളെ കാണിക്കണം. ഇപ്പൊ നമ്മളറിയാം, ഒരു വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, പല കാര്യത്തിലും നമ്മള് റിലേഷൻഷിപ്പിലൊക്കെ കാണുന്നതാണ്, സ്റ്റാറ്റസിലും സ്റ്റോറിയിലൊക്കെ. പ്രത്യേകിച്ച് ഈ മദേഴ്സ് ഡേ,
ഫാദേഴ്സ് ഡേ, അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഡേയ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഡേയ്സിൽ അവരുമായിട്ടുള്ള റിലേഷൻ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതിലുപരി നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തോട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി അവർക്ക് വേണ്ടിയിട്ട് ടൈം കൊടുക്കുക ഒക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പെണ്ണ് ഡിഫറെന്റ് സൈക്കോളജിയാണ്. ഇപ്പൊ നമ്മൾ ടൈം കൊടുക്കുക എന്ന് പറഞ്ഞത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമ്മള് പെണ്ണാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം അവരെ ഒന്ന് കേൾക്കുക എന്നുള്ളതാണ്. ആണായി അവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കേൾക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ഓലക്കൊണ്ട് ആ പ്രശ്നം പറയിപ്പിക്കരുത്. അവരെ ഫ്രീ ആക്കിയിട്ട് വിട്ടാൽ മതി. അവരെ അവരുടേതായിട്ടുള്ള ആ ഒരു സൊല്യൂഷനിലൂടെ അങ്ങനെ പോയിക്കോളും, ആ ഒരു കാര്യത്തിലൂടെ പോയിക്കോളും. ഓക്കെ. അപ്പൊ ചിലരുടെ രണ്ടുപേരും സൈക്കോളജിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള ചിന്താഗതി കണ്ടെത്തുന്നത്. കാരണം ആണുങ്ങൾ പൊതുവില് നമ്മളുടെ കാര്യങ്ങളൊക്കെ പൊതുവിൽ പറയാതിരിക്കും. വോയിസ് കട്ട് വരുന്നുണ്ടോ? അപ്പൊ ഓക്കെ ആയി. ഞാൻ പറയണോ പറയണ്ടേന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോ അത്തരത്തിലുള്ള പ്രശ്നം സോറി, പെണ്ണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ. ഞാന് എന്താ അറിയില്ല, കുറെ മെസ്സേജുകളൊക്കെ വന്നായിരുന്നു. ഏതായാലും പറയാം. പെണ്ണാണെങ്കിൽ അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആണെന്നുണ്ടെങ്കിൽ അവരെ ഫ്രീ ആയിട്ടൊന്ന് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു ഡിഫറൻറ്റ് സൈക്കോളജി മാനിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് ഡീപ് റൂട്ട്സ് ഗ്രോ ഇൻ ഡിഫിക്കൽട്ട് സീസൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഈ റൂട്ടുകളൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് ഡിഫറെന്റ് ആയിട്ടുള്ള സീസണിൽ ആണ് പ്രത്യേകിച്ച് കൂടുതൽ വളരുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളെ കേസസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി എനർജറ്റിക് ആവുക, അല്ലെങ്കിൽ ഒന്നുകൂടി പവർഫുൾ ആയി വരിക. ഇത് തന്നെയാണ് റിലേഷൻഷിപ്പിലും. നമ്മൾ അവിടെ പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ടോ? എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളില്ലേ? നിയമസഭയിലും പ്രശ്നമുണ്ട്, നമ്മളെ വീട്ടിലും പ്രശ്നമുണ്ട്, സ്കൂളിലും പ്രശ്നമുണ്ട്, എല്ലായിടത്തും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രശ്നങ്ങളിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ള മനുഷ്യന്മാര്, അത് ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തീർക്കാം. അതേ സമയം തന്നെ നമ്മൾ വേറൊരു തെറ്റ് ചെയ്യും, മൂന്നാമത് ഒരാളെ നീക്കിട്ട് കയറ്റും. എന്താ സംഭവിക്കാം? ആ പ്രശ്നം തീരുമോ? ഇല്ല. 3 4 4 5 6 7 8 പിന്നെന്താ? ഈ പ്രശ്നം ഒതുക്കാൻ വന്നോല് പിന്നെ അത് വലുതാക്കി ഒരു ഡിവോഴ്സിന്റെ വക്കിലാവും. പിന്നെന്താ പറയാ? പെണ്ണിന്റെ തെറ്റ്, ആണിന്റെ തെറ്റ്. ഈ വന്ന് പ്രശ്നം ഉണ്ടാക്കിയോലൊക്കെ ഓല് നല്ലോലും. ഇത്തരത്തിലല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പരസ്പരം അറിഞ്ഞുകൊണ്ട് അവിടെ സോൾവ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെ കുടുംബ കോടതികളുണ്ട്. കുടുംബ കോടതി എന്ന് പറയുന്നത് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചർച്ച പോകും. പിന്നെ ആ ചർച്ച വേറെ തലത്തിൽ പോയി സോൾവ് ആകാൻ പറ്റാത്ത ഒരു രീതിക്കായിരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. സോ ഇതൊക്കെ ഫാമിലികളിലൊക്കെ നടക്കുന്നതാട്ടോ, പല ഫാമിലികളിൽ നടക്കുന്നതാണ്. അപ്പൊ ഞാനത് ആ ഒരു യാഥാസ്ഥികത പറഞ്ഞു എന്നുള്ളൂ, വേറെ ഒന്നും തോന്നരുതേ. അപ്പോ എന്ത് ചെയ്യാ, നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് അവിടെ വെച്ച് ആ ഒരു റൂമിൽ വെച്ചിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രണ്ട് വ്യക്തികള്, രണ്ട് ബുദ്ധിയുള്ള മനുഷ്യന്മാര്, രണ്ട് മൂഡുള്ള വ്യക്തികള്, രണ്ട് ഫിസിക്കലുള്ള വ്യക്തികള്, രണ്ട് മൈൻഡുള്ള വ്യക്തികള്, ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ ഒന്നിക്കുമ്പോ എങ്ങനെ നിങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ നോക്കിയാലും അവിടെ പ്രശ്നങ്ങൾ കിടക്കും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കി, ഇയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ്, പരസ്പരം മനസ്സിലാക്കി ഇന്ന കാര്യങ്ങളാണ് സോൾവ് ചെയ്തിട്ട് മുന്നേറുമ്പോഴാണ് ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്കത് ആ ഒരു ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ എന്ന് പറയുന്നത്, അടുത്തത് എന്ന് പറയുന്നത് മോഡേൺ റിലേഷൻഷിപ്പ് ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ, അല്ലെങ്കിൽ മോഡേണിലും റിലേഷൻഷിപ്പിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മോഡേൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പല കാര്യങ്ങളും, പല റിലേഷൻ ബന്ധങ്ങൾ, പല കാര്യങ്ങൾ ഇന്നൊക്കെ പബ്ലിസിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. പബ്ലിസിറ്റിയിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് പബ്ലിക്കലി ആണ് എന്നുള്ളതാണ്.
ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഫാദേഴ്സ് ഡേന്റെ മദേഴ്സ് ഡേന്റെ അന്നും ഒരു സ്റ്റാറ്റസ് എന്നുള്ള രീതിക്ക് മാറി. ഇന്ന് ഫാമിലി വ്ളോഗുകളിലൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ഫാമിലി വ്ളോഗ് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിനെതിരെയൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇത് പലപ്പോഴും ചെയ്യുന്നതിലൂടെ അത്തരത്തില് ഇത് ഇപ്പൊ ഞാൻ പറയട്ടെ, യൂട്യൂബിന്റെ അൽഗോരിതത്തിലൊക്കെ പോകുമ്പോ ഇത് സ്വാഭാവികമായിട്ട് പുഷ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഫാമിലി വ്ളോഗാണ്, ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ആ ഒരു തരത്തിൽ ഇത് പുഷ് ചെയ്യും. ഈ പുഷ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി റീച്ച് കിട്ടുന്ന വീഡിയോ ആയിട്ട് മാറും. ഇത് കൂടുതൽ ആളുകളിലേക്ക് പോകും. പിന്നെ എന്ത് ചെയ്യും, അത് അങ്ങനെ അങ്ങനെ കയറി പോകും. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടെന്നുള്ളത്. പക്ഷെ നമ്മളെ മനസ്സിൽ നിന്ന് കൊടുക്കുന്ന അത്തരത്തിലുള്ള കാര്യത്തിന് അപ്പുറത്തേക്ക് ആൾക്കാർ കാണണം എന്നുള്ള രീതിക്ക് മാത്രമാകരുത് എന്നുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്തരത്തിലുള്ള രീതിക്കാവരുത്. നമ്മള് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, അയാൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത്തരത്തിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഒരു 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 പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ പ്രത്യേകിച്ച് പണ്ടൊക്കെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ തുറന്നു കഴിഞ്ഞ് ഇപ്പോഴും ഉണ്ടോ അറിയില്ല, ഒരു മാസത്തോളൊക്കെ ഭയങ്കര മെസ്സേജ് അയക്കാം. ഭയങ്കര മെസ്സേജ് പറഞ്ഞാല് അത് ഇഷ്ടംപോലെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ആ ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇഷ്ടംപോലെ എല്ലാവരും അതിൽ കസിൻസ് മറ്റേത്. ഇപ്പൊ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിനെ പിന്നെ ചെറുതാക്കി പിന്നെ കസിൻസ് ഗ്രൂപ്പ്, ആങ്ങളമാര്, അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോരോ ഗ്രൂപ്പ് ആക്കിയിട്ട് പിന്നെ അതിലും ഇതേമാതിരി തുടങ്ങിക്കഴിഞ്ഞ ഒരു മാസത്തേക്ക് ഭയങ്കര മെസ്സേജ് അയക്കും, ഭയങ്കര മെസ്സേജ്. പിന്നെ ഈ മെസ്സേജുകളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് നമ്മൾ കേറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാവും ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് കേറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരും മെസ്സേജ് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് പോലെ ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാല് ആരെങ്കിലും മരിച്ചോ ഓലെ പോസ്റ്റർ വരും, ആരെങ്കിലും ജനിച്ചോ ഓലത് വരും, ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ ഫുൾ A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഫോട്ടോസ് വരും. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകണില്ല എന്നുള്ളത് ഒരു യാഥാസ്ഥികത തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മൾ ഫോണിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നത് അല്ലെ. ശരിക്കും ഫോണിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉദ്ദേശം എന്ന് പറയുന്നത് കുറെ ദൂരത്തുള്ള മനുഷ്യന്മാരെ വരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാനാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ വാട്സപ്പ് വന്നതോടുകൂടി ഇപ്പൊ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മെസ്സേജ് അയക്കാണ്. തൊട്ടപ്പുറത്തുള്ള ആൾക്ക് മെസ്സേജ് അയക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ദൂരത്തുള്ള ആൾക്കാരെ വരെ കണക്ട് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനം തൊട്ടടുത്തുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധം പോലും നമുക്ക് എന്ത് ചെയ്യാണ്, അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആ ഒരു മോഡേൺ തരത്തിലേക്ക് നമ്മളെ റിലേഷൻഷിപ്പ് ഒക്കെ മാറി എന്നുള്ളത് ഒരു 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 എന്താ പറയാ, നമുക്ക് പറയാൻ പറ്റാത്ത രീതിക്കായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും നമ്മളുടെ ചിന്താഗതി അനുസരിച്ച് ഇത്തരത്തിലാണോ ആവേണ്ടത്? അല്ല, നമുക്ക് ചേഞ്ചസ് വരുത്തണമെന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മാറും ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഏതായാലും പിന്നെ അടുത്തൊരു മോഡേൺ റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് വൺ സൈഡ് ലവ്, ടു സൈഡ് ലവ്. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ എന്ന് പറയുന്നത് വൺ സൈഡ് ലവ്, ടു സൈഡ് ലവ് അത്തരത്തിലുള്ള ലവ് ആ ഒരു തരത്തിലായിരുന്നു. പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് കുറെ കപ്പലുകളാണ്. കപ്പലുകൾ എന്ന് പറഞ്ഞാൽ കുറെ ഷിപ്പുകളാണ്. സിറ്റുവേഷൻ ഷിപ്പ്, അതുപോലെ തന്നെ നാനോ ഷിപ്പ്, ഹാർഡ് ഷിപ്പ്, ലോ ഷിപ്പ്, അതുപോലെ തന്നെ അത്തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതൊക്കെ പണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെസ്റ്റി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ പണ്ടും ഇത്തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നാണ് അതിന്റെ ഒരു പേരിട്ടത്. അതിനും നമ്മളെ ജെൻസി ആയിട്ടുള്ള കുട്ടികളൊക്കെ വരേണ്ടി വന്നു അതിനൊക്കെ ഒരു പേരിടാന് എന്ന് കൂടി ഞാൻ ഇതിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇസ് എ വാട്ടർ എന്നുള്ളതാണ്. നമ്മളെ റിലേഷൻഷിപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അതിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്നതിലൂടെ ആശയങ്ങൾ വിനിമയം അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് എന്തായിട്ടുണ്ട്, നമ്മൾ ഫോണിലൂടെ മെസ്സേജ് അയക്കുകയാണല്ലോ. ശരിക്കും ഞാനൊരു വീഡിയോ കണ്ടു, അതിന് ഞാനൊരു റിയാക്ഷൻ എന്താണ് ഇടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ശരിക്കും എന്റെ ഫീലിങ്സ് ആണോ ചിലപ്പെങ്കിൽ ആ വായിക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ടാവുക? ഒരിക്കലും അല്ല.
നമ്മള് അപ്പുറത്തുള്ള ആളും അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ആളും തമ്മിൽ പരസ്പരം മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജില് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അതാവൂല ചിലപ്പോൾ മറ്റൊരാൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു ദിവസം ഒരു വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് അതില് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധാ വീഡിയോ. ആ വീഡിയോക്ക് ഞാന് ആൾക്ക് കൊടുത്തിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ചിരിക്കുന്ന ഇമോജി ആയിരുന്നു. ശരിക്കും ചിരിക്കുന്നന്ന് വെച്ചാല് നമ്മള് സന്തോഷത്തോടെ ചിരിക്കുന്ന ആ ഒരു തരത്തിലായിരുന്നു. പക്ഷെ ആളതെടുത്തത് കളിയാക്കി ചിരിക്കുന്നത് പോലെയാണ്. നീ എന്തെങ്ങനെ കളിയാക്കി ചിരിക്കുന്നത് എന്നുള്ള തരത്തിലായിട്ട് മാറി എന്നുള്ളതാണ്. ശരിക്കും നമ്മളുടെ ഇത്തരത്തിലുള്ള ഫീലിങ്സ് നമ്മള് അല്ലെങ്കിൽ ഇമോഷന് കാര്യങ്ങളൊക്കെ നമ്മളൊരു സോഷ്യൽ മീഡിയ ആപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യാണ്. ഇത് തന്നെയാണ് നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ അപ്ലിക്കബിൾ ആവുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂസിങ്ങും വരുന്നത്. ഇപ്പോ ഒരു വൈഫ് അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡിലേക്ക് മെസ്സേജ് അയക്കുന്നതും അങ്ങനെയൊക്കെയാണ് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതിലും അതേമാതിരി തന്നെയാണ് നടക്കുന്നത്. ഇപ്പോ ഇമോജി എന്തെങ്കിലും ഇടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കും, പിന്നെ അത് ബ്രേക്കപ്പിലേക്ക് പോകും, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് സീൻ ഇഷ്യൂ, അതുപോലെ ഓൺലൈനിൽ കണ്ടു, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള് ഇതൊക്കെ വന്നതോടുകൂടി, ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ പ്രവാസ ലോകത്തുള്ള ആൾക്കാരൊക്കെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. അത്തരത്തിലുള്ള ഇതിന് ഉണ്ട് എന്നുണ്ടെങ്കിലും കുറെ അധികം നെഗറ്റീവ് ഇതിന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താ ഞാൻ പറയുന്നത്, ഈ കമ്മ്യൂണിക്കേഷന്റെ വേറൊരു കാര്യമാണ് നമ്മള് മറ്റുള്ളവരെ കേൾക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മള് റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവരെ കേൾക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനൊക്കെ നമ്മൾ മുതിരണം. നമ്മൾ അവരെ കേൾക്കണം, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കണം എന്ന തരത്തിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് റിലേഷൻഷിപ്പിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നമ്മളെ ഒരു കമ്പാരിസൺ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സിങ്ക് യുവർ റൂട്ട് ഇൻ ടു ദി എർത്ത്. റൂട്ട് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബന്ധങ്ങളായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബന്ധം ഞാനൊന്ന് കമ്പയർ ചെയ്യാണ്. നമ്മളെ കുറച്ച് ഡീപ്പർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാര്, ഇപ്പൊ നമ്മളെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാവാം, നമ്മുടെ ഹസ്ബൻഡ് ആവാം, നമ്മളെ വൈഫ് ആവാം. ഇത്തരത്തില് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറയാണ്. ഇപ്പൊ നമുക്കറിയാം, ഡീപ്പർ ആയിട്ടുള്ള ഈ മനുഷ്യന് നമ്മളെ എന്തൊക്കെയോ തരത്തിൽ ഇമ്പാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ പേരൻസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള എഫേർട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പുറം ലോകത്ത് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര ഉയരത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ പിടിച്ചു നിർത്തുന്ന, നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഇത്തരം വ്യക്തികള് നമ്മളെ അടിയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാതെ പോകരുത്. നമ്മളെ ചുറ്റുഭാഗമുള്ള മനുഷ്യന്മാരൊക്കെ കൂട്ടുപിടിച്ച് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല മരമായിട്ട് വളരെ എന്നുള്ളതാണ്. അപ്പൊ നമ്മള് കുറെ കേസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവർക്ക് അത്തരത്തിലുള്ള വ്യക്തികൾ ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല, ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവർക്ക് ഇല്ലാതെ പോയതാവാം. അപ്പൊ നമുക്ക് ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ കഴിഞ്ഞു, നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിലൂടെ നമുക്കും ഇത്തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്, നമ്മളെ പിടിച്ചു നിർത്താനുണ്ട്, അല്ലെങ്കിൽ നമുക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാവാം എന്നുള്ള തലത്തിൽ ഒന്ന് ചിന്തിക്കുക. അത് നല്ലതാണ്. പിന്നെന്ന് പറയുന്നത്, ഇപ്പൊ സൂയിസൈഡ് അറ്റംപ്റ്റും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ മറിഞ്ഞു വീഴുന്നത്. ഓക്കെ, അപ്പൊ ഈ മറിഞ്ഞു വീഴുന്ന വൃക്ഷത്തെ പിടിച്ചു നിർത്താനില്ലാത്ത ഈ വേര് കൊണ്ടുപോയി ഇങ്ങനെ 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 വീഴുമ്പോ
അവരെ താങ്ങി നിർത്താനെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കണം. നമുക്കൊരു വേരാവാൻ പറ്റിയിട്ടില്ലെങ്കിലും, ഞാൻ പറയുന്നതാണ്, നിങ്ങളെ പിടിച്ചു നിർത്താനുള്ള അടിയിലുള്ള ആ ഒരു റൂട്ട് ഉണ്ടല്ലോ, ആ റൂട്ട് കണക്ഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ താങ്ങി നിർത്തുന്ന ഒരു ഇത് തൂണായെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഞാന് കടെടുത്തിട്ട് അല്ലെങ്കിൽ ഒരാളുടെ വാക്ക് കടെടുത്തിട്ട് പറയാണ്. ജോസഫ് അന്നംകുട്ടി ജോസിന്റെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടോക്കിലൂടെ ഞാൻ കേട്ടിട്ടുള്ള ഒരു വേർഡായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ ദിനംപ്രതി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ പലരും പല രീതിക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് കേൾക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ തരത്തിൽ നമ്മളെ ജീവിതം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യുക. അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യുക, ഒരു 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 മൈൻഡ് സെറ്റ് തന്നെ മാറുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി അടിപൊളിയാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അവരിങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാണ്, അവർക്ക് ഇത്തരത്തിലൊക്കെ മതി എന്നുള്ള ആ ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് അവരിങ്ങനെ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോമ ഇട്ട് കൊടുക്കുക. നമ്മൾ അവരെ പിന്നെയും പിന്നെയും ജീവിക്കാനുള്ള മനുഷ്യന്മാരായിട്ട്, അല്ലെങ്കിൽ അവരും വലുതാവട്ടെ, അല്ലെങ്കിൽ അവരും ഇത്തരത്തിലുള്ള വലിയ വലിയ വൃക്ഷങ്ങളാവട്ടെ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പറഞ്ഞ നേരത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം എന്ന് പറയുന്നത്, ആ മരം പിന്നെയും വളരും, പിന്നെയും വളരും. പക്ഷെ മറ്റേ അത്ര അല്ലെങ്കിൽ നേരെ നിൽക്കുന്നതിനേക്കാൾ അത്ര വളർച്ചയില്ലെങ്കിലും അല്ലാത്ത രീതിയിലും അതിന് വളരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഒരു താങ്ങായിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വേരായിട്ടെങ്കിലും നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാല് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോമ ഇട്ട് കൊടുക്കാം. അത് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള ആ ഒരു ലൈഫും അവർക്ക് കൊടുത്തേക്കാം. അപ്പോ എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് വന്നതിനും അതുപോലെ തന്നെ എന്നെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവിധ ആൾക്കാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്താണ്. ഞാനിന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള ഒരു ആവശ്യകത അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്നത്, ഇന്ന് റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ ദിനംപ്രതി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ നമ്മൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് MUIന്റെ തന്നെ ഒരു വിജയമായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ തന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളതും അത് കേൾക്കാനുള്ള ആ ഒരു മനസ്സുകൾ കാണിച്ചതുകൊണ്ടും അതിന് ഒരു വലിയ ഒരു നന്ദി തന്നെ ഞാൻ പറയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, കേട്ടിട്ടുണ്ടാവുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എങ്കിലും നിങ്ങൾ കുറച്ച് മാറ്റങ്ങൾ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളും പ്രതീക്ഷിച്ചാൽ മതി. അപ്പോ നമുക്ക് നേരെ ഇഷ്ടമേ. ഓക്കെ, എൻ്റെ പറയല്ലേ. എന്തായാലും താങ്ക് യു. നല്ല സെഷൻ തന്നെയായിരുന്നു. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു കേട്ടോ, മാഷല്ല. ഞങ്ങളിപ്പോഴും ഫസ്റ്റ് വീഡിയോ എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഒന്നിനടുത്ത് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ നല്ല പേടിയുണ്ട്, വാക്കുകൾ കിട്ടുന്നില്ല. ഇന്ന ആളാണ് മാഷല്ല, നല്ല അടിപൊളിയായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അഫ്ലൈസർ എപ്പോഴും നിങ്ങളെ കേസ് പറയുകയാണ് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത്, നമ്മളെ വന്ന് കോൺവെക്കേഷൻ്റെ ഞെട്ടിച്ച ഒരാളാണ് ഫായിസ് എന്നുള്ള സംഭവം. മാഷല്ല, എന്തായാലും അടിപൊളിയായി തന്നെ പോവാ. നല്ല കണക്ഷൻ, അതായത് നോർമൽ ലാംഗ്വേജിൽ നിന്ന് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ന കഥയിൽ കേട്ട പോലെ അങ്ങനെ അല്ലാണ്ട് നമ്മളെ വീട്ടിലില്ല അങ്ങനെ പറയുമ്പോൾ നമുക്ക് റിലേറ്റബിൾ ആണല്ലോ. നമ്മളെ വീട് ഇവിടെ വീടില്ലാത്ത അല്ലെങ്കിൽ ഉമ്മയും വാപ്പയില്ലാത്തവർ അങ്ങനെ ഒന്നും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ റിലേറ്റബിൾ ആയി നല്ല അടിപൊളിയായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അടിപൊളി, താങ്ക് യു. ഇൻഷാല്ലാ ഇതുപോലെ തന്നെ അടുത്ത സെഷൻസ് ഒക്കെ പോവുക. ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് വെബിനാറുകൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഫ്ലോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അടിപൊളി, താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു നമ്മൾ ഫീഡ്ബാക്ക് അറിയാൻ വരുന്നത്? അഫ്സൽ സർ എനിക്ക് തോന്നുന്നു ലീവ് ആയിട്ടുണ്ട്. ഇത് വേറെ സത്യൻ സർ വീഡിയോ മോഡിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഷെയർ ഹയ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹയ പറഞ്ഞോളൂ. ഹയ നമ്മളത്തിന് വേറെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹയ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം, പറഞ്ഞോ. ഓക്കെ, ഞാനേ ക്ലാസ്സിൽ നിന്ന് കയറാൻ കുറച്ച് ലേറ്റ് ആയി. ഒന്നാമത് ഇവിടെ ഭയങ്കര റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അതാണ്. എന്താ പേടിയാണെന്നോ ഫൈസാറിന് പറഞ്ഞേ? ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. മാഷാല്ല, നമ്മള് ഓരോരുത്തർ കാണുമ്പോ എവരി വൺ ഈസ് ഡിഫറെന്റ് ആൻഡ് യുണീക്ക്, ഇവിടെ പറയുന്ന പോലെ. നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ആദ്യം തോന്നി എന്താ അറിയോ, പേടിയുണ്ടെന്ന് തോന്നൂല കേട്ടോ, സത്യം പറഞ്ഞ. മാഷാല്ല, കാരണം ഹയ ആ ഒരു ഒരു മിനിറ്റ്. ഇപ്പൊ പ്ലേസ്. പേടി ഉണ്ടായിരുന്നില്ലല്ലോ സ്റ്റാർട്ടിങ്ങില്? പാലടിപൊളി എപ്പോ അല്ല, ക്ലാസ് ഒക്കെ എടുക്കാൻ അതെനിക്ക് പോകും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പേടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും അങ്ങനെ തന്നെ കേറുക. ബട്ട് ഇൻഫാക്ട് ഞാൻ പറഞ്ഞത് അതല്ല, ആ ഒരു പ്ലസന്റ് ആ ഒരു ഫേസ്
ത്രൂ ഔട്ട് കൊണ്ടുപോകുക പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അത് നമുക്കൊക്കെ അറിയാം. ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാനാണെങ്കിലും ഇപ്പൊ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിസ്സിനത്തെ ആണെങ്കിൽ ആരായിക്കോട്ടെ നമ്മളറിയാതെ ഒരു വേറൊരു ഏരിയക്ക് പോകും. ബട്ട് ഇത് എപ്പോഴും ഇങ്ങനെ ചിരിച്ച് മാഷാ ഇങ്ങനെ എന്നുണ്ടാകട്ടെ. കാണുന്നവർക്ക് ഒരു പോസിറ്റിവിറ്റി ആണ്. അത് ക്യാമറ ഓൺ ആക്കത്തെ ഇങ്ങനെ ഇതാക്കണ്ട കേട്ടോ, കാരണം ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ്, മൊത്തത്തിൽ പോവും. അതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാത്തത്. ഓക്കെ, ഞാൻ ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു മാഷാ. പിന്നെ ഒരു കാര്യം കൂടിയും ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. നിങ്ങളിപ്പോ ഉമ്മമാരെ ഉമ്മ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ റിലേറ്റഡ് ആയിട്ടൊരു കാര്യമുണ്ട്. ഞാൻ എന്നൊക്കെ ഏതൊക്കെ സെഷനുകൾ പോയാലും ചെറുപ്പം തൊട്ടിട്ട് പോകുമ്പോ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഉമ്മമാരെ ഉമ്മ കൊടുക്കുന്നവരൊന്ന് കയ്യൊന്തിക്കാവോ എന്നൊക്കെ ചോദിക്കും. എത്ര കാലമായിട്ട് കേൾക്കറിയോ? ഞാന് 8th പഠിക്കുമ്പോ തൊട്ടിട്ട് ഞാൻ കേൾക്കാം, +2 വരെ ഫുള്ളി ഞാൻ കേട്ടിട്ടുണ്ട്, 4-5 വർഷം. അപ്പോഴൊക്കെ ഇതിന്റെ കൗണ്ട് ഭയങ്കര കുറവാ. പ്രത്യേകിച്ച് ഞങ്ങൾ ജെൻസി കുട്ടികളല്ലേ, ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര മോശ പരിപാടി. എന്താ ഇപ്പൊ അറിയണേ ആ ഒരു സംഭവം തന്നെയാണ്, സത്യമാണ്. ബട്ട് ഇൻഫാക്ട് ഞാൻ അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. എന്റെ ഒരു സക്സസിന്റെ സീക്രട്ട് ആയിട്ട് എന്നോട് ഒരാൾ ചോദിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം അത് എന്റെ ഉമ്മാനെ ഉമ്മ കൊടുക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്യുന്നതാണ്. എന്റെ ഉപ്പാനായിക്കോട്ടെ, അവരെ ഹഗ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീട്ടിൽ അങ്ങനൊന്നും ഒരു ഇതില്ലാത്ത, സത്യം പറഞ്ഞ ഉപ്പാനൊക്കെ തുടങ്ങിയത് ഇപ്പോഴാട്ടോ, യുണീക്നെസ് ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം. ഉമ്മാനെ ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ ഒരു വീട്ടിലൊരു ഡിസ്റ്റൻസ് ഇട്ടിക്കാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത്. അത് നമ്മൾ എവിടെ ഇട്ടു, ഞാൻ അത് ബ്രേക്ക് ചെയ്തു. ഇപ്പൊ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മലയാളികളെ എല്ലാരും ഇട്ടോ, ഒരാളെ മാത്രമല്ല, മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ചെറിയ കാര്യത്തില് നമ്മൾ മാറാൻ റെഡി ആവില്ല. ഇപ്പോ നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പി പുറത്ത് കയറി, എക്സാമ്പിൾ പറയട്ടോ, പ്ലാസ്റ്റിക് കുപ്പി പുറത്ത് കയറി വിചാരിക്കുക, അതൊരു പ്ലാസ്റ്റിക് കുപ്പി അല്ലേ. അല്ലെങ്കിൽ ഒരു ബബിൾ ഗം നമ്മൾ കഴിച്ചിട്ട് പുറത്തേക്ക് നേരെ തുപ്പും. അതല്ല, ഒന്നല്ലേ എല്ലാരും ഒന്ന്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്നിട്ടാല് എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവും. ഇപ്പൊ എന്റെ ബ്രദർ എപ്പോഴും പറയും, അവന് പഠിക്കുന്നത് റഷ്യല്ല, ഉസ്ബെക്കിസ്ഥാന് പറയും. അവിടെ സ്ഥലത്ത് അവർക്കൊന്ന് തുപ്പാൻ പോലും പറ്റൂല, അത്രക്കും ഫൈനാ. നമ്മളെ നാട്ടിൽ വന്ന നിന്ന് തിരിയാൻ സ്ഥലമല്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മൈന്യൂട്ട് കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുക. പിന്നെ എങ്ങനെ നമുക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആവാൻ കഴിയുക? നമ്മൾ ഡെവലപ്പിങ് എപ്പോഴും എന്ന് തുടങ്ങിയ ഡെവലപ്പിങ് അറിയോ, എല്ലാ കാര്യം കൊണ്ടും. ഇപ്പോ ടീനേജേഴ്സിനെ ഞാൻ ഒരു കാര്യം പറയാം, ജെൻസി കുട്ടികളെ ഇതിലിരുത്തി എന്താ അവർ പറയറിയോ, ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, ദിസ് ഈസ് റിലേഷൻഷിപ്പിന്റെ കാര്യമല്ലേ, അതൊക്കെ നമുക്ക് കല്യാണം കഴിക്കുമ്പോ നോക്കാം, നോ പ്രോബ്ലം പറയും ഞങ്ങള്. അപ്പൊ എന്താ ഇവിടെ വിഷയം? പരീക്ഷക്ക് പഠിക്കുന്ന പോലെ തലേദിവസം പഠിച്ചിട്ട് കയറേണ്ട അല്ല കല്യാണം. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, 18 വയസ്സായി കഴിഞ്ഞാൽ പണ്ട് പെൺകുട്ടികളെ നിക്കാഹ് കഴിച്ച് വിടുമല്ലോ, അപ്പോ കല്യാണം കഴിഞ്ഞ് വിടുന്ന അന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് ഉടനെ പറയും, നീ പണികളൊക്കെ പഠിച്ചോ, ഒക്കെ ചെയ്തോ, പാത്രം കഴുകാനോ അപ്പുറത്തെ ഒരു വീട്ടിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ ഒരു തലേദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ല മാരേജ്. അതൊരു എൻറ്റയർ ഏറ്റവും കൂടുതൽ പണിയുള്ള സംഭവമാണ്. ഒരു ഹൗസ് വൈഫ് ആവുക, ഒരു ഉമ്മ ആവുക, അതൊക്കെ നമ്മൾ കാണുന്നത് എന്താ അറിയോ, ഇപ്പത്തെ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്, ഹൗസ് വൈഫാണ്, ഓ ഹൗസ് വൈഫാണല്ലേ, ആ ലെവലിലേക്ക് നമ്മൾ കാണുന്നത്. അതാണ് ഏറ്റവും റിസ്ക്. ഏത് എഡ്യൂക്കേഷൻ എടുക്കണം, ഇപ്പൊ MBBS എടുക്കുകയാണെങ്കിൽ വെറും ഡോക്ടർ ആയ പോരെ, ഒരു ഉമ്മാക്ക് നേഴ്സ് ആവണം, ടീച്ചർ ആവണം, എല്ലാതും ആവണം, സൈക്കോളജിസ്റ്റ് ഒക്കെ ആവണം. അപ്പൊ നമ്മളത് കാണുന്ന ഇതാണ്, അത്രയും ചെറുതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഡിവോഴ്സിന്റെ റേറ്റ് കൂടുന്നത്. നമ്മൾ റിലേഷൻഷിപ്പിനെ അത്രയും കാണുന്നുള്ളൂ, അങ്ങനെ കാണുന്നത്. അപ്പൊ അതിന്റെ മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ എന്ന് ശ്രദ്ധിച്ചു തുടങ്ങുന്നോ അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഇവിടെ യുണീക്നെസ് ഫെസ്റ്റിന് ഞാൻ ജോയിൻ ചെയ്ത് തൊട്ടിട്ട് അൽഹംദുലില്ലാ ഞാൻ കേൾക്കുന്ന കാര്യങ്ങള് നമ്മൾ മുമ്പ് കേട്ട് തന്നെ ഇരിക്കും. ബട്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരിക. അല്ലെ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മുമ്പ് കേട്ടിട്ടുണ്ട്, ക്ഷമ ചോദിക്കണതൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ഫൊർഗീവ്നെസ് ഒക്കെ. ഇവിടെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുക. ഇൻഫാക്ട് ഇവിടെ കേൾക്കുന്നതിന്റെ പകുതി ആൾക്കാർ ചിലപ്പോ ഇത് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ചില ആളുകള് ഇത് കേട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഫൈസാറായി ട്രൈ ചെയ്തതും മാറ്റം ഉണ്ടായതും. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിക്കാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ മിസ്റ്റർ കുറെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നൊരു സംഭവം കൂടി ഉണ്ടായിട്ടോ, മിസ്റ്റർ നിങ്ങൾ കേൾക്കില്ലേ? ഞാന് ഞാൻ ഇന്ന് ജോസഫ് അന്നമ്മക്കുട്ടി ജോസ് ഇല്ലേ, സാറിന് ഒന്നുകൂടി കണ്ട് ഞാൻ ഇന്നൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു എജുവേന്റെ. എനിക്ക് ആ പഴയ നമ്മുടെ യുണീക്നെസ് ഫെസ്റ്റ് ഓർമ്മ വന്നേ. അപ്പൊ അവിടെ വെച്ചിട്ട് എനിക്ക് അതെല്ലാം ഉണ്ടായത്, ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നിയത്, +2 കഴിഞ്ഞ് 10th കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് എനിക്ക് റൈറ്റ് ആയിട്ട് എൻ്റെ ഒരു കരിയർ എനിക്ക് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ എൻ്റെ അടുത്തുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
കാരണം ഓരോ കുട്ടികൾ ഡൗട്ട് ചെയ്ത് നിൽക്കുകയാണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തു, നമ്മൾ ഇവിടുന്ന് ചെയ്ത അതേ റിപ്പോർട്ടാണ് അവിടുന്ന് കിട്ടിയത്. ഓക്കെ, അതാ രസം. നമ്മൾ ഇവിടുന്ന് 2-3 തവണ ചെയ്തതൊക്കെ അവിടെ അതേ ഇത് കിട്ടിയതും അവരോട് ഇന്ററാക്ട് ചെയ്തപ്പോ ഒക്കെ അവർ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പോസിറ്റിവിറ്റി ഇവിടുന്ന് കിട്ടിയ തന്നെയാണ്. കോഴ്സ് അൽഹംദുലില്ലാ, താങ്ക് യു സോ മച്ച്. ഹഫ്സൽ മാജി സാർ ഇല്ല, സാറിനോട് പറഞ്ഞാൽ മതി. ഹഫ്സൽ മാജി സാർ ഇപ്പൊ ഭയങ്കര ബിസിയാണ്, ഭയങ്കര തിരക്കിലാണ്, ആളോട് പറഞ്ഞാൽ മതി. എനിവേ താങ്ക് യു സോ മച്ച്. 5 സ്റ്റാർ അടിപൊളിയായിരുന്നു കേട്ടോ, സെറ്റ്. അപ്പോ ഇത് എടുത്തവർക്ക്, ഓരോ പോയിന്റ് എടുത്തവർക്കും ഞാൻ ഫസ്റ്റ് തൊട്ട് കാണും ഇൻഷാല്ലാ, വീഡിയോ കാണണം. ഞാൻ ആദ്യം ഉണ്ടായിരുന്നില്ല. ഓരോ പോയിന്റ് എടുത്തവർക്ക് അറിയാം ഇത് അത്രയും യൂസ്ഫുൾ ആവുന്നത്. ഇത് എങ്ങനെ, ഒരു കാര്യം കൂടി, ഞാനൊരു റിക്വസ്റ്റ് കൂടി പറയാണ്. അടുത്ത പ്രാവശ്യം തൊട്ടിട്ടേ ഇവിടെ പാരന്റ്സ് വരുമ്പോ കുട്ടികളൊന്ന് ഇരുത്താൻ നോക്കണം, പ്രത്യേകിച്ച് ജെൻസി കുട്ടികളെ. കാരണം ഞങ്ങളൊരു മോട്ടിവേഷൻ ക്ലാസ്സിൽ കയറുമ്പോൾ ഞങ്ങളെ മൈൻഡിൽ വരുന്നത് മോട്ടിവേഷൻ. അത് മോട്ടിവേഷൻ അല്ലേ? എനിക്കിപ്പോ മോട്ടിവേഷണൽ സ്പീക്കർ, ട്രെയിനർ പറയുന്ന ഒരു സംഭവത്തിന് ഞാൻ തീരെ അംഗീകരിക്കില്ല. കാരണം മോട്ടിവേഷൻ പറഞ്ഞ സംഭവം ഇല്ലല്ലോ, പിന്നെ എന്ത് മോട്ടിവേഷൻ? അതൊക്കെ ഉള്ളിൽ വരുന്നതാ. അപ്പൊ അടുത്ത പ്രാവശ്യം തൊട്ട് പാരന്റ്സ് കുട്ടികളും കൂടി കൊണ്ടുവരാ. കാരണം തലേദിവസം ഇന്ന് പഠിച്ചാ കിട്ടുന്ന പോലത്തെ പരീക്ഷ കാര്യങ്ങളല്ല റിലേഷൻഷിപ്പും ലൈഫും. ലൈഫ് സ്കില്ല് പറഞ്ഞാല് അത് ഡെവലപ്പ് ചെയ്ത് വരണം. അതിൽ വീഴ്ചകൾ ഉണ്ടാവും. ഇപ്പൊ എന്റെ വീട്ടിലെ ഇടയ്ക്ക് ഞാനിങ്ങനെ കേൾക്കുമ്പോ ഞാൻ കരയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ എന്റെ ഉപ്പ പറയണേക്കാം, ഓ ഇത്രയും കേട്ടിട്ട് ഈ കരയ വേഗം. അപ്പൊ ഞാൻ പറയും, ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്. നമ്മൾ കരയും, മനുഷ്യന്മാർ കരയും, അതല്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കുറച്ചൊക്കെ, ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അപ്പൊ ആകെ സീനാവും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനും ഒരു ഓപ്പൺ ആയിട്ട്, അതായത് നമ്മുടെ റൈറ്റ്സ് റൈസ് ചെയ്യാനും കഴിയുന്ന ഒരു ജനറേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം കുട്ടികളെ കൂടെ. എനിവേ താങ്ക് യു സോ മച്ച്, താങ്ക് യു. അടിപൊളി ക്ലാസ് ചെയ്യുന്നു കേട്ടോ, കീപ് ഗോയിങ്. താങ്ക് യു ഹയ, താങ്ക് യു. ഹയ ഒരു ഫീഡ്ബാക്ക് ഞാൻ സ്ഥിരമായിട്ട് വരുന്നതല്ലേ, നമുക്ക് ഒരു ക്ലാസ് തന്നെ എടുത്ത് പോകാറുണ്ട്. ഹയന്റെ സംഘത്തില് കോൺട്രിബ്യൂഷൻ സ്ഥിരമായിട്ട് ടിക്ടോക്കിൽ കയറുന്നതാണ്. കുറെ ആൾക്കാർക്ക് പരിചിതമായിട്ടുള്ള ഫേസ് ആയിരിക്കും. എന്തായാലും താങ്ക് യു ഹയ. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് ആയിട്ട്? സത്യം sir എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? സത്യം സാർ ഉണ്ടോ? വീഡിയോ മോണിൽ കണ്ടതാണ്. സത്യം സാർ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോളൂ. കേൾക്കുന്നില്ല, എനിക്കതുകൊണ്ട് സാറ് കേട്ടില്ല എന്നല്ല, കുഴപ്പമില്ല. ഷഹീർ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷഹീർ സാറെ പറഞ്ഞോളൂ. ഹലോ, ആ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. കേൾക്കാമോ? ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. അപ്പോ അതിൽ സാറ് ഫസ്റ്റ് പറയുന്നുണ്ട് നമ്മള് സമയം മാറ്റി വെക്കണം, ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ ഇങ്ങനത്തെ ബന്ധങ്ങള് പുതുക്കാനും റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടി മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട്. അല്ല, പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒന്നിനോട് താല്പര്യമില്ല. അപ്പം വാട്സപ്പ് ഗ്രൂപ്പുകളായാലും ശരി, ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം തുടങ്ങിയ സമയത്തുള്ളത് പിന്നീട് ഫ്ലുവൻസി ഒക്കെ പോവാണ്. അപ്പൊ അങ്ങനത്തെ അവസരത്തിൽ നമ്മൾ സമയം മാറ്റി വെക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? കാരണം നമ്മൾ വെറും കുറച്ചു കാലം നമ്മൾ ട്രൈ ചെയ്യും ഇതൊക്കെ ഒന്ന് ശരിയായി കൊണ്ടുവരാൻ. അപ്പൊ പിന്നെ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പിന്നെയും ട്രൈ ചെയ്യും, പിന്നെയും നമുക്ക് മടുക്കൂ. പിന്നെ അങ്ങ് ഓട്ടോമാറ്റിക് സംഭവങ്ങളൊക്കെ മടുത്തു പോകില്ലേ നമ്മൾ? സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ ഫ്രീക്വൻസിയിലേക്ക് വരൂലേ? ഇപ്പൊ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളൊരു അത്യാവശ്യം ഇങ്ങനത്തെ പരിപാടികളും ഇങ്ങനത്തെ പങ്കെടുക്കാനും കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആൾക്കാരെ കാണും. നമ്മളിപ്പോ ഈ ഒരു അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന്റെ ലിങ്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലിക്കാർക്കോ ഇട്ടുകൊടുത്താൽ പോലും അവർക്ക് ഇത് കാണാനോ അങ്ങനത്തെ ഇതിൽ പങ്കെടുക്കാനോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വന്നാൽ തന്നെ അപ്പൊ തന്നെ എക്സിറ്റ് അടിച്ച് പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇപ്പോ ഇങ്ങനത്തെ ഇതാണ് എന്റെ ഡൗട്ടാണിത്. അപ്പോ നമ്മൾ ഇങ്ങനത്തെ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ടൈം എങ്ങനെയാണ് മാറ്റി വെക്കേണ്ടത് എന്നെന്റെ ഒരു ചോദ്യമാണ്. നമ്മള് ഫൈസർ അൺമ്യൂട്ട് ചെയ്യാനാണോ നോക്കുന്നത്? പറഞ്ഞോളൂ. പറഞ്ഞോളൂ. സാർ പറഞ്ഞത് കുറച്ചൊക്കെ മനസ്സിലായി. അപ്പൊ മൂപ്പര് പറയുന്നത് ഇതല്ലേ, നമ്മള് എങ്ങനെയാണ് ടൈം മാറ്റി വെക്കേണ്ടതെന്നാണ് ഉദ്ദേശിച്ചത്? അതെ, ടൈം മാറ്റി വെക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ എല്ലാരും ബിസിയാണ്. അപ്പൊ നമ്മള് ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു സംഭവം. അതായത് ഇങ്ങനെ മറ്റുള്ളവർ ഇങ്ങനെയല്ലേ, പിന്നെ ഞാൻ എന്തിനു സമയം കൊടുക്കുന്നത്? നമുക്ക് സ്വാഭാവികമായിട്ട് ഇതൊരു മടുപ്പിലേക്ക് നമ്മൾ എത്തിക്കൂലേ എന്നുള്ളൊരു സോളിയാണ് സാർ ചോദിച്ചത്.
അതിപ്പോ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ നമ്മള് മാറുക എന്നുള്ളത് കൊണ്ട് നമ്മളെ ചുറ്റുമുള്ളവർ മാറുന്ന ഒരു സംഭവമുണ്ട്. അതില് അവരെ മാറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ സ്വയം മാറും, നമ്മളെ ചിന്താഗതി ഓട്ടോമാറ്റിക്കലി മാറും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ഉമ്മാക്ക് ഉമ്മ എടുത്തുനിന്ന് പറഞ്ഞതും അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. ആ ചെറിയ കാര്യത്തിൽ തുടങ്ങിയിട്ട് ഉമ്മ എപ്പോഴും മാറിയിട്ടില്ല, ഉമ്മ അതേമാതിരി തന്നെയാണ്, ഞാൻ മാറിയതാണ്. അപ്പൊ അതാ ഞാൻ പറയുന്നത്, നമ്മളെ ചിന്താഗതിയിലുള്ള മാറ്റങ്ങൾ മാത്രമാണ്. അവരെ മാറ്റങ്ങൾ ഒരിക്കലും നോക്കരുത്. അവര് സ്വാഭാവികമായിട്ട് അവരങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് അവർ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ നമുക്ക് അവർക്ക് ഒരുപോലെ പോകാം. ഇപ്പൊ ഞാൻ പറയട്ടെ, ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അവരൊന്ന് അതിലേക്ക് ഒന്ന് അടുപ്പിച്ചു കൊടുത്താൽ മതി, പിന്നെ അവരങ്ങനെ പോയിക്കോളും. പ്രത്യേകിച്ച് ഈ MUA ഒട്ടുമിക്ക ആൾക്കാരും, ഞാൻ പറഞ്ഞ 99 എന്ന് ഞാൻ പറയുന്നില്ല, 100% ആൾക്കാരും നന്നായിട്ടുണ്ടാവും. കാരണം അത്തരത്തിലുള്ള എഫേർട്ട് ഓല് ഇടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം 3 വർഷം ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ആ 3 വർഷം കൊണ്ട് എനിക്ക് കിട്ടാത്ത ഇവിടെ 2 മാസം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്തരത്തിൽ ഇവര് ഇതിന് എഫേർട്ട് ഇടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നമ്മളടുത്തുള്ള ഒരു വർക്കൗട്ടാണ് അവിടെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ ഓല് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം കൊണ്ട് ഒരാളും നന്നായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവര് പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്നാ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ. ആ ഷെയർ സർ, എനിക്കൊരു കാര്യം തന്നെയാണ് ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ എന്ന വ്യക്തി മാറുന്നില്ല. നമ്മൾ അഫ്ലേസ് പറയില്ലേ, നമ്മളെ ലൈഫിൽ വരുന്ന മിസ്റ്റേക്ക് നമ്മളെ ചുറ്റുള്ള മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും നമ്മൾ മിസ്റ്റേക്ക് കൊണ്ടാവരുത്. ഇപ്പൊ നമ്മളെ മക്കൾ കേടുക എന്ന് പറയുമല്ലോ, അവരെ കൈകൊണ്ട് അവരെ കേടുന്നോട്ടെ. നമ്മളെ സൈഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടാവരുത് നമ്മളെ മക്കൾ കേടുന്നതോ, നമ്മളെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ തകരുന്നതോ, നമ്മളെ ഉമ്മയും വാപ്പയായിട്ടുള്ള പ്രശ്നം ബന്ധങ്ങൾ തകരുന്നതോ നമ്മളെ സൈഡിൽ നിന്നുള്ള തെറ്റുകൊണ്ടാവരുത്. അത് ഉറപ്പിക്കാൻ നമ്മൾ അങ്ങോട്ട് എഫേർട്ട് ഇടുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും. നാളെ എന്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തരത്തിലുള്ള വിശ്വാസികളാകുമ്പോൾ, ഞാനെന്ന മകൻ ഉമ്മൻ്റെ കാര്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനെന്ന അച്ഛൻ എൻ്റെ മക്കൾക്ക് ഓടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാലോ. അത്തരത്തിൽ നമ്മൾ ആരെയും നോക്കേണ്ട, ആരെ അപ്രൂവലിനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. നമ്മളെന്ന വ്യക്തിൻ്റെ സമാധാനത്തിന്, നമ്മളെന്ന വ്യക്തിക്ക് എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. പിന്നെ അലിസേർ പറയുന്നൊരു കാര്യമാണ്, നമ്മളെ റിസൾട്ട് ഒരിക്കലും സമാധാനം ഒരിക്കലും റിസൾട്ടിലാവരുത്. അത് പഠിച്ചോൻ തരുന്നതാണ് റിസൾട്ട്. ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരൊറപ്പാവണം നമ്മളെ കോൺഫിഡൻസ്. അതായിരിക്കണം നമ്മളെ തവക്കുൽ എന്ന് പറയുമല്ലോ, അതായിരിക്കണം. റിസൾട്ട് എന്തായിക്കോട്ടെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് ഞാനെന്ന വ്യക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് കുറേയൊക്കെ ഇതിൽ മടുപ്പില്ലാണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ എന്ന വ്യക്തിൻ്റെ ആവശ്യമാണ് ചുറ്റുള്ള മനുഷ്യർ നന്നായിട്ട് ഇരിക്കുക എന്നുള്ളത്. അവർക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്കത് ആവശ്യമാണല്ലോ. ആ ഒരു രീതിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നു ഇൻഷാല്ലാ. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തായാലും താങ്ക് യു. മുംതാസ് മാം, സക്കീന മാം, സുറ മാം, ഹബീബ മാം, ഹയോ മാം, ഹയോ പറഞ്ഞു. ഐഫോൺ കാണുന്നുണ്ട്. സജാദ് സർ, നിസാർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിസാർക്ക് എനിക്ക് ഒന്നിന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. പിന്നെ ഒരു സെബീബ മാം കാണുന്നുണ്ട്. ബർഹാൻ സർ, എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നോ? വീണ്ടും ഒരു ഐഫോൺ ഉണ്ട്. ജിംഷി മാം, ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ഫീഡ്ബാക്ക് ആയിട്ടോ സജഷൻ ആയിട്ടോ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡൗട്ടായിട്ടോ എന്തെങ്കിലും. ഓൾമോസ്റ്റ് 30 സംതിങ് ആൾക്കാർ ലൈവായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ലേറ്റ് ആയി ബിൽഡിംഗ് റേഞ്ച് ഇഷ്യൂ ഒക്കെ കാരണം ലെഫ്റ്റ് ആയതാണ്. എന്തായാലും സന്തോഷം. ഇൻഷാല്ലാ ആർക്കും ഫീഡ്ബാക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ശനിയാഴ്ച ഇതുപോലെ നമുക്ക് യൂണിറ്റ് ടോക്കിൽ അഫ്സൽ സർ ആയിരിക്കും മിക്കവാറും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. സർ തിരക്കിലായതുകൊണ്ട് ഇന്ന് സർ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 9:00 9:45 എങ്ങാണ്ട്, സോറി 8:45 9:30 ഉണ്ടായിരുന്നു. പിന്നെയാണ് ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. യാത്രയിലാണെന്തോ മീറ്റിംഗ് ഒക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. അടുത്ത ക്ലാസ്സിൽ വരാം. ഇനിയും അടിപൊളിയായി തന്നെ ഗ്രോ ചെയ്യാം. എന്താ പറയുക, ഫ്രം ദ സീറോ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് എവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. മറ്റേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണെന്ന് ഞാൻ പറയുമല്ലോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാക്കുന്നതാണ് എന്നുള്ളത് നേരത്തെ ആയ പറഞ്ഞ പോലെ ഫ്രം ദ ഹാർട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. എവിടെ പഠിച്ചു വെച്ച കാര്യങ്ങൾ എല്ലാവരും ഫ്ലോ നമുക്ക് കാണാനൊക്കെ ഉണ്ടായിരുന്നു. എന്തിനു പോകാൻ എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് നമ്മളൊക്കെ കൂടെ ഉണ്ടാവും ഇൻഷാല്ലാ. താങ്ക് യു. ലീവ് ചെയ്യാം കേട്ടോ.